പലസ്തീൻ ഐക്യദാർഢ്യവും ഇടത് ഹിന്ദുത്വവും ഞങ്ങൾ ആഘോഷപൂർവ്വം നടത്തിയിട്ടും ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾ LDFനെ പിന്തുണച്ചില്ലെന്ന മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ തുറന്നു പറച്ചിൽ പാർട്ടി വെച്ച് നടത്തുന്ന തട്ടിപ്പിന്റെ കുമ്പസാരം കൂടിയാണ്. വർഷങ്ങളായി ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ചും പ്രീണിപ്പിച്ചും നടത്തിയിരുന്ന അഭ്യാസങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെന്നാണ് CPM നേതാവ് സോഷ്യൽ മീഡിയയിൽ തുറന്നെഴുതിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പരോക്ഷമായി വിമർശിക്കുകയാണ് തോമസ് ഐസക് ചെയ്യുന്നത്. കാരണം മുകളിൽ പറഞ്ഞ കലാപരിപാടികളുമായി കേരളം പിടിക്കുവാൻ ഇറങ്ങി തിരിച്ചവരിൽ മുൻപന്തിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട്. വോട്ട് തട്ടുന്നതിന് വേണ്ടി മാത്രമാണ് പലസ്തീൻ ഐക്യദാർഢ്യവും അയ്യപ്പ സംഗമവും നടത്തിയതെന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് തോമസ് ഐസക് ചെയ്തത്. പിണറായി വിജയന്റെ പാർട്ടിക്കുള്ളിൽ അപ്രമാദിത്യമാണ് ഇതോടെ തകർന്നു വീഴുന്നത്. ചില കാര്യങ്ങൾ തോമസ് ഐസക് അടിവരയിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തു നിന്നും അകലുന്ന അനുഭവമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്ന് ഐസക് സമ്മതിക്കുന്നുണ്ട്. പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലയളവിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇടത് ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ജനങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയുന്നത്? അതിന് നമ്മുടെ എന്തെങ്കിലും വീഴ്ചകൾ നിമിത്തങ്ങളായിട്ടുണ്ടോ? ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഷയങ്ങളിൽ 1% പോലും ആത്മാർത്ഥതയില്ലാത്ത വെറും നാടകം മാത്രമാണ് CPM നടത്തിയിരുന്നതെന്ന് പറയാതെ പറയുകയാണ് ഐസക്. ന്യൂനപക്ഷ പ്രീണനം നടത്തുമ്പോൾ തന്നെ RSSുമായി ഒളിഞ്ഞും തെളിഞ്ഞും ചങ്ങാത്തമുണ്ടാക്കാൻ CPM ശ്രമിച്ചതും തിരിച്ചടിയായി. പാർട്ടി ഏറ്റെടുക്കുന്ന വിഷയങ്ങളോട് തെല്ലും ആത്മാർത്ഥതയില്ലായിരുന്നുവെന്നാണ് കമന്റുകളിൽ തെളിയുന്നത്. തരാതരം പോലെ സമുദായങ്ങളെയും ജാതിമത സംഘടനകളെ താലോലിച്ചിട്ടും അതൊന്നും വേട്ടയാടിയില്ലെന്നാണ് ഐസക്കിന്റെ പക്ഷം. പിണറായി വിജയനെതിരെയുള്ള ഒളിയമ്പ് കൂടിയാണ് ഫേസ്ബുക്കിലെ ഏറ്റുപറച്ചിൽ എന്ന് കാണാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം തെറ്റുതിരുത്തി വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടും പ്രയോജനമുണ്ടായില്ലെന്നാണ് ഐസക്കിന്റെ കണ്ടെത്തൽ. പോസ്റ്റിനെതിരെ അതിരൂക്ഷമായ കമന്റുകളാണ് അണികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തോമസ് ഐസക്കിന്റെ അഭിപ്രായ പ്രകടനം പാർട്ടിയിലെ ചില നേതാക്കന്മാരും ഏറ്റെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചു നാളുകളായി പിണറായി വിജയനും മരുമകൻ മന്ത്രി റിയാസിനുമെതിരെ പാർട്ടിയിൽ ചില നേതാക്കന്മാർ ഇറങ്ങിയിരുന്നു. എന്നാൽ വിമർശനങ്ങൾ പലപ്പോഴും ചെറിയ ശബ്ദമായി ഒതുങ്ങുകയായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ തിരിച്ചടി ലഭിച്ചതോടെ വിമർശനങ്ങൾ വീണ്ടും ശക്തമായി ഉയരുന്നുണ്ട്. അതിന്റെ ആദ്യപടിയാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഈ വിമർശനം. CPMന്റെ പരാജയം പല രീതിയിലുമുള്ള വിലയിരുത്തലുകൾക്ക് പാർട്ടിയിൽ തുടക്കമായിരുന്നു. വലിയ വികസനം കാഴ്ചവെച്ചിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് ജനങ്ങളുടെ കുറ്റമാണെന്ന രീതിയിലായിരുന്നു നേതാക്കന്മാർ പോലും സംസാരിച്ചത്. എന്നാൽ വികസനത്തിനും അപ്പുറമുള്ള കാഴ്ചപ്പാടുകൾ ജനങ്ങളിലുണ്ട് എന്ന സന്ദേശം ഡോക്ടർ തോമസ് ഐസക് നൽകുമ്പോൾ നേതാക്കന്മാർ മൗനം പാലിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദമാണ് ഇവിടെ ഏറ്റവും വലിയ തിരിച്ചടിയായത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും ഈ വിവാദം തങ്ങളെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് CPM നിന്നത്. ജില്ലകൾ തോറും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരിക്കൽ പോലും സ്വർണ്ണക്കൊള്ള കേസ് ഒരു തിരിച്ചടിയാകുമെന്ന് പിണറായി വിജയൻ സമ്മതിച്ചില്ല. ആ നിലപാട് ഇവിടെ തിരുത്തുകയാണ് തോമസ് ഐസക്. വലിയ ഡെക്കറേഷനുകൾ ഒന്നും വേണ്ട എന്നും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പഞ്ഞിക്കിട്ടു എന്ന് സമ്മതിക്കണമെന്നും പറയാതെ പറയുന്നുണ്ട് ഐസക്.